ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലിയോട് സംസാരിക്കുകയാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ നീലഗിരിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ നേരിൽ കണ്ടിരുന്നുവെങ്കിൽ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേനെ. നിങ്ങളെ, വൈജയന്തിയെ, അലീനയെ. പക്ഷേ എന്തു ചെയ്യാം, ഞാൻ വീണുപോയില്ലേ, ഹാർട്ട് അറ്റാക്ക്. പിന്നെ ഒരാഴ്ചത്തെ ആശുപത്രിവാസം. പിന്നെ വീട്ടിൽ വന്നിട്ട് ബെഡ് റെസ്റ്റ്. അതിനിടയിൽ ഞാൻ എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തി. എൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒരേ ഒരാൾ മാത്രമായി, വൈജയന്തി. ഇപ്പോൾ എനിക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ, വൈജയന്തി. ബാലചന്ദ്ര മേനോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, എനിക്കെൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റുമോ? ബാലചന്ദ്ര മേനോൻ സമ്മതിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്ര മേനോൻ പുറത്തിറങ്ങി. അവിടെ ഗോവർദ്ധനൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റാൻലി ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്, അയാൾക്ക് അലീനയെ ഒന്ന് കാണണമെന്ന്. അയാൾ കാണട്ടെ, കണ്ടു ബോധിക്കട്ടെ. അയാൾക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ വിട്ടുകൊടുക്കുകയുള്ളൂ. അയാളുടെ മനസ്സിൽ ഒരു തരുമ്പെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകളായി, എൻ്റെ മക്കളുടെ ചേച്ചിയായി ജീവിക്കും, ഈ ബാലചന്ദ്ര മേനോൻ്റെ മകളായിട്ട്. ഞാൻ കൊടുക്കുന്നതിനേക്കാൾ ഒരു പടിയെങ്കിലും കൂടുതൽ സന്തോഷം അയാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ വിട്ടുകൊടുക്കുകയുള്ളൂ. അടുത്ത ദിവസം സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്ര മേനോനെ വിളിക്കുകയാണ്. എന്തായി മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, എൻ്റെ മകളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോൾ കണ്ടില്ല, അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അതിനെന്താ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. സ്റ്റാൻലി ജോസഫ് സമ്മതിച്ചു. ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീന മുറിയിലേക്ക് വന്നത്. അച്ഛാ, എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണം. എന്താണ് ആവശ്യം? അത് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഒരു ഓർഫനേജിൽ കൊണ്ട് കൊടുക്കാനായിട്ടാണ്. എങ്കിൽ നമുക്ക് നാളെ പോകാം, ഞാനും കൂടി വരാം, എനിക്കും അവിടേക്കൊന്ന് കാണാമല്ലോ. ഇനി നീ ഇവിടെ ഇല്ലെങ്കിലും അവർക്കൊരു കുറവും വരുത്തേണ്ട. നീ പോയാലും ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോളാം. അലീന വിശ്വസിക്കാനാവാതെ ബാലചന്ദ്ര മേനോൻ്റെ മുഖത്തിനെ നോക്കി നിൽക്കുകയാണ്. അച്ഛാ, ഇതെന്ത് പറ്റി? എന്താ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ല, അച്ഛൻ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ പോയാലും അവർക്കൊരു കുറവും വരണ്ട എന്ന് കരുതി പറഞ്ഞതാണ്. അലീന സന്തോഷത്തോടു കൂടി താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്.